അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അവൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രത്യേകം ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കുക അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും
ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം മുഴുവൻ ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. ക്രിസ്മസിന് ഒരുക്കമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ്, പ്രായശ്ചിത്തത്തിൻ്റെ കാലമാണ്, സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. അത് മറക്കരുതേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. കർത്താവിൻ്റെ വെളിപാടുകളെ അനുഗ്രഹത്തെ അനുതാപമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യേശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതിന്റെ മുകളിലുള്ളതാണ് 1:18 വായിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പൊ അനുതപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും, ഐശ്വര്യം പ്രാപിക്കും. അപ്പൊ ബൈബിളിൽ അനുതാപത്തിനെയും അനുഗ്രഹത്തിനെയും കൂടി കൂട്ടിക്കെട്ടിയിരിക്കുകയും, അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ട് വരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുതാപം വലിച്ചോണ്ട് വരണതല്ല. കാര്യം അനുതാപം പോലും ദൈവമാണ് തരേണ്ടത്. അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു, പക്ഷെ അനുതാപം ആര് തരും? ദൈവം തരണം. അതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. അനുതാപം ദൈവം നൽകുന്നു. വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. അവിടെ പുസ്തകം 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവിടെ അനുതാപം നൽകുന്ന ആരാണ്? ദൈവമാണ്. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയണത് അപ്പൊ അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞാലും ഈ അനുതാപം എവിടുന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് പറയുമ്പോൾ ഇതെന്താ പ്രത്യേകിച്ചിരിക്കണം തോന്നും. ഇതെല്ലാം അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പാലാത്ത കാര്യമാണിത്. കാര്യം എന്താണ്? ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപം തോന്നത്തില്ല. ഒരു അനുതാപം തോന്നത്തില്ല ചെറുക്ക്. എന്തെല്ലാമൊക്കെ അവര് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പൊ അവർക്ക് അനുതാപം തോന്നത്തില്ല. ചില ചില്ലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാൽ ഭയങ്കര അനുതാപം തോന്നും. എന്താ കാര്യം? അനുതാപം ദൈവം തരണ കൊണ്ടാണ്. അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ? നമുക്ക് അനുതാപം കിട്ടാത്ത കൊണ്ടാ, ദൈവം തരാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് ഈ നിർമ്മലമായ ഹൃദയമെന്നെ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ, എന്ന് അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവീദ് അനുതാപത്തിന്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണ്? എല്ലാം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന്. തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ്, തള്ളിക്കളയാതിരിക്കേണ്ടത് ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിലെ എല്ലാത്തിൻ്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്ക് അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ,
അനുതാപത്തിലേക്ക് നയിക്കുന്നതനുസരിച്ച് കൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തരളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതും ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റുന്നതും ദൈവത്തിന് നമ്മളെ ഇടപെടാൻ പറ്റണത്. അപ്പം എപ്പോഴും ഒരു മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് അയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം. പ്രാർത്ഥിക്കാൻ, കർത്താവേ, അങ്ങക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വലിയ ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ? ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? ഒരുക്കമുള്ളൊരു ഹൃദയം എനിക്ക് തരണേ. സങ്കീർത്തനം 119:32. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇത് നിസ്സാരമല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത്. അങ്ങയുടെ വചനത്തിന്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും. എപ്പോഴാണ്? അങ്ങയെ ഉൾക്കൊള്ളാനും അങ്ങയുടെ വചനം സ്വീകരിക്കാനും വചനം അനുസരിക്കാനും അങ്ങനെ വചനത്തിന് വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകുന്നതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത്. അപ്പം ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. അപ്പം ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ? പ്രാർത്ഥന കുറയുന്നുണ്ടോ? പശ്ചാത്താപം കുറയുന്നുണ്ടോ? അനുതാപം കുറയുന്നുണ്ടോ? എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊളോസ്യൻസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈ ഇക്കോണമി ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്നാമത്തിൽ ഇങ്ങനെ പറയണം നുണയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടൊരു നുണ, അസൽ നുണ പറയിപ്പിക്കുകയും. എന്താ കാര്യം തരികയോ? ഇങ്ങനെ എന്താ പറയണത്? ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പറയണത് നുണയാണെന്ന് പറയുന്നത് എൻ്റെ കയ്യിരിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പറയണ സംഭവം എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയൊക്കെ കുറേ പരാജയങ്ങൾ വന്ന ഒരാളാണ് ഈ പൗലോസ് എന്ന് പറഞ്ഞ ആൾ. ഒത്തിരി പരാജയങ്ങൾ വന്ന് തുണിയില്ലാണ്ടൊക്കെ ഈ ആൾക്കാരൊക്കെ തല്ലിയിട്ടേ നദിയിലൊക്കെ വെച്ച് തല്ലി വള്ളമൊക്കെ മറിച്ച് കളഞ്ഞിട്ട് പുള്ളിക്കാരൻ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ നീന്തിയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറവുണ്ട്. ഇയാൾ വലിയ ബിഷപ്പിൻ്റെ റാങ്കുള്ള ആളാണെങ്കിൽ നീന്തിക്കേണ്ടത് നിൽക്കർ പോലും ഇല്ലാതെയാണ്. അത് കടന്നുപോയ വഴികളാണ് പറയണത്. എൻ്റെ കുറവെന്ന് പറയണില്ലേ, കടന്നുപോയ വഴികളാണ്. ഒരു പ്രാവശ്യം ഈ മനുഷ്യൻ ഇതുപോലെ ബൈബിളും പോയി പുതപ്പും പോയി എല്ലാം കടലിൽ ഒഴുകി പോയിട്ട് മാൾട്ടായിൽ അവസാനം ഡെഡ് ബോഡി പോലെ അടിഞ്ഞ് വന്നപ്പോഴാണ് ഈ മനുഷ്യനെ അണലി കടിച്ചത്. അണലി കടിച്ച മൊത്തം ആൾക്കാർ മരിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ദ്വീപവാസികൾ പറയും ഇപ്പച്ചാകുമെന്ന്. വിശ്വാസി കാണുമ്പോൾ എല്ലാവരും പറയും ഇപ്പച്ചാകുമെന്ന്. ചാകത്തില്ല വിശ്വാസി. അങ്ങനെ ഒരു സാധാരണ വിശ്വാസി. കൈ ഇടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 28 വായിക്കുമ്പോൾ, നടപടി പുസ്തകത്തിന് 28-ാം അധ്യായത്തിൻ്റെ 27 വായിക്കുമ്പോൾ ഈ അണലിപ്പാമ്പ് കടിച്ചിട്ട് പെട്ടെന്ന് നീതി വെച്ച് ബോധം കെട്ട് വീണ് ചത്തുപോകുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി അയാൾ ആ ദ്വീപവാസികൾ ഇരുട്ടത്ത് പാത്ത് നിൽക്കാറുണ്ട്. പൗലോസ് ആ കുപ്പയിലേക്ക് ഇതിനെ കുടഞ്ഞിട്ടിട്ട് പിന്നെയും കാഞ്ഞുകൊണ്ടിരിക്കും. കടിച്ചിട്ടും ഈ ആ മനുഷ്യന് ഒന്നും സംഭവിക്കാത്തത് കാണുമ്പോൾ ദ്വീപവാസികൾ അടുത്ത് വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടോ? ആർ യു ഗോഡ്? നിങ്ങൾ ദൈവമാണോ? അപ്പോൾ പൗലോസ് പറയും ഐ ആം നോട്ട് ഗോഡ്. പക്ഷേ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാം. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നിന്നെ ക്ലേശങ്ങളിലൂടെ കർത്താവ് വിടുന്നതെങ്കിലും ദൈവവേദന യു മസ്റ്റ് റിയലൈസ് ഇറ്റ്. നീ തിരിച്ചറിയണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വേദപുസ്തകം ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? എവിടെയെങ്കിലും നീ ഡീപ്രമോട്ടായി പോവുകയാണെങ്കിൽ, നിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നിനക്ക് നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടമോ വന്നു കഴിഞ്ഞാൽ നീ അത് വേസ്റ്റ് പോലെ വലിച്ചെറിഞ്ഞ് കളയരുത്. നീ അതിനെ കളക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ
പീഡാനുഭവങ്ങളുടെ കൂടെ കൂട്ടിവെച്ചിട്ട് കുരിശിനെ കൃപയാക്കണം. കൈയിട്ടിച്ച് കർത്താൻ. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട മക്കളെ, ഇപ്പോഴും നമ്മൾ റോഷാൻ്റെ സാക്ഷ്യം പോലെ എങ്ങനെ ഈ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം അതെങ്ങനെയാണ്? കുറേ ഇങ്ങനെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ആണത് പോകുന്നത്. നെറ്റിനും അതുപോലെ തന്നെ ഗേറ്റൊക്കെ എഴുതിയിട്ട് ഇവിടെ പരാജയപ്പെടുകയാണ്. കാര്യം ഷോർട്ട് ലിസ്റ്റ് വരുന്നില്ല, പരാജയപ്പെടുന്നില്ല, ഷോർട്ട് ലിസ്റ്റ് വരുന്നില്ല. അപ്പോൾ കോൺഫിഡൻസ് പോകുന്നു. അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഉടമ്പടി എടുക്കാൻ വേണ്ടി റോഷൻ ഇവിടെ വരുമ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട് സാക്ഷ്യത്തിൽ, ഞാനിവിടെ വരാനുള്ളത് താമസിച്ച് പോയെന്ന്. വന്ന് ചവിട്ടിയതേ ഉള്ളൂ. അവൾ കിട്ടിയ അഭിഷേകം കൊണ്ട് അവൾ പറയണതാണ്, ഞാനിവിടെ വരാൻ താമസിച്ച് പോയെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ വരാൻ താമസിച്ച് പോയി എന്നുള്ളത് ഒരു ആന്തരിക ജ്ഞാനമാണ്, ആന്തരിക അനുഭവമാണ്. ഇവരിങ്ങനെ അതുപോലെ എന്താ കാര്യത്തിൽ ഇവർ മാത്തമാറ്റിക്കൽ ബ്രെയിൻ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എല്ലാം മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. അവരിങ്ങനെ ഹിസ്റ്ററി സ്റ്റുഡൻസിനെ പോലെയല്ല. ഇപ്പം ഞാനൊക്കെ ഹിസ്റ്ററി സ്റ്റുഡൻറ്റാണ്. സ്റ്റുഡൻസ് പോലെയല്ല, എന്തെങ്കിലും എഴുതി ഒപ്പിക്കാൻ പറ്റത്തില്ല. അത് കറക്റ്റ് മാത്തമാറ്റിക്കൽ എഴുതാൻ പറ്റത്തില്ല. തെറ്റിയാൽ ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് കിട്ടും. അപ്പം ബ്രെയിൻ സെറ്റ് അതാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ അവർ അത് ആ ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ആ വിഷയം എടുത്താൽ അതിൻ്റെ രീതിയിൽ ഉള്ള പ്രിസൈസ് ഷാർപ്നെസ് കാണിക്കും. അവരെന്നാ ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർ ഓൺലൈൻ ഉടമ്പടിക്കുക, ഇവിടെ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ ലിങ്കുകൾ, അമ്മ എന്ന് പറഞ്ഞ ലിങ്കിൻ കുറേ അധികം സാധ്യതകൾ. നിങ്ങളാദ്യമായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് അമ്മയുമായിട്ട് നിങ്ങളൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ, അവൻ പറയണ പോലെ ചെയ്യാമെന്ന് നിങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തിയാൽ, അമ്മയായിരിക്കും ആദ്യം നിങ്ങളുടെ പ്രഖ്യാപനം വേരിഫൈ ചെയ്യണത്. വേരിഫൈ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും നിങ്ങളത് ചെയ്യുമെന്ന്. ചില ആൾക്കാരുടെ പേപ്പർ കാണുമ്പോൾ തന്നെ പറയും, ഇത് ഇവിടെ ജന്മത്ത് ചെയ്യത്തില്ല, ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ആർക്കണ്ട ഏതാണ്ട് കിട്ടിയതെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് ഇറങ്ങിയിരിക്കണം എന്ന് പറയും. അവിടെയാണ് പ്രോബ്ലം വരുന്നത്, അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആദ്യം തന്നെ നോക്കണത് അമ്മയായിരിക്കും സാധനം. കാര്യം അമ്മയാണല്ലോ ഇതിൻ്റെ മധ്യസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി പരിശോധിക്കണം അമ്മയായിരിക്കും. അമ്മ പരിശോധിക്കുമ്പോൾ തന്നെ അമ്മയ്ക്കറിയാം ഇത് ചുമ്മാ ആൾക്കാണ്ട് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം കണ്ടിട്ട് ഇവരിതൊന്നും ചെയ്യാൻ പോകണില്ല, ഇവരിതിൻ്റെ അകത്തുനിന്ന് ഇൻവെസ്റ്റൊന്നും ചെയ്യത്തില്ല, ഇവർ ഈശോ പറഞ്ഞ വചനം ജീവിക്കത്തൊന്നുമില്ല, പിന്നെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് അങ്ങനെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇതെല്ലാം റീഡ് ചെയ്യും. പക്ക റീഡിങ്ങാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടിപെട്ട അനുഭവം വരാൻ കാര്യം എന്താണ്? ദൈവം അവർ പരീക്ഷ എഴുതിയില്ലെങ്കിലും ജയിച്ചതായിട്ട് കണക്കാക്കുകയാണ്. എന്താണ്? അവരത് വൃത്തിമനായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ അടുത്താണ് എൻ്റെ മക്കൾ വരുന്നതെന്നുള്ള ഓർമ്മ വേണം. കൃപാസനത്തിൽ വരണമെന്നുള്ളത് നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വരുമ്പോൾ വിഷയം മാറും. നിങ്ങൾ വന്നിരിക്കണം, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവം വിളിച്ച് തന്നോട് ഉടമ്പടി ചെയ്ത്, അതുകൊണ്ടാണ് ദൈവം നിന്നോട് വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറയണത്. വിശുദ്ധി കീപ്പ് ചെയ്യാൻ നിന്നോട് മാത്രമല്ല, ദൈവം ഉടമ്പടി എന്നെല്ലാം ദൈവം ആരോടെല്ലാം എടുത്തിട്ടുണ്ട് അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയും? ബി ഹോളി. എന്താ കാര്യം? ആസ് ഐ ആം ഹോളി. ലെവ്യ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 11:45 ശ്രദ്ധിക്കട്ടെ. 11:45 നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് ഫോർമാറ്റ്. 11:45 നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഏത് ഫറവോയാണെന്ന് പറഞ്ഞാൽ എക്കാലത്തും ഫറവോമാരുണ്ടാകും, ഒരു സംശയമില്ല. സഭയ്ക്കും എന്തുമാത്രം ഫറവോമാരാണ് ഉള്ളത് എല്ലാ കാലത്തും. ചില ഫറവോമാർ പറയും ഞായറാഴ്ച കുർബാനയ്ക്ക് പറയാൻ ലഹരി മോചന ക്ലാസ് നടത്തിയാൽ മതി എന്ന് പറയും. അതും ഫറവോയാണ്. ഓരോ കാലത്ത് ഇങ്ങനെ ഓരോരുത്തരം ആൾക്കാർ വരും. പണ്ടുള്ള കാര്യമല്ല, ഇപ്പോഴും അത് തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഫറവോമാരെ ഒന്നും കണ്ട് നമ്മൾ പേടിക്കത്തില്ല. കാര്യം എന്താണ്? നമ്മളങ്ങനെ തീയിലൂടെ ചവിട്ടി ഫറവോമാരെല്ലാം ഒതുക്കി പോന്നിട്ടുള്ള ആൾക്കാരല്ലേ. ഇത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. കൈ ഇടിച്ച് കിടത്താൻ 11:45 നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കർത്താവാണ് ഞാൻ. കർത്താവിൻ്റെ ഒരു ഒരു രഹസ്യം പറഞ്ഞ കേട്ടില്ലേ? അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. റീഡിറ്റ് 11:45 നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മോസസിനോട് പറയുന്നു, ഈ പരിശുദ്ധി നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യണം.
എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരും, മക്കളില്ല, വീടില്ല, സങ്കടമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാം ഉള്ളതുപോലെയാണ്. പക്ഷേ നീ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ വേണ്ട സമയത്താണ് ഞാൻ നിനക്ക് തരണത്. നിനക്ക് പുത്രൻ ജനിക്കും, ഞാൻ വീണ്ടും നിന്നെ സന്ദർശിക്കാം എന്ന് എബ്രാഹത്തിനോട് പറയുമ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും പറയും ദൈവം അത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ആരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത് അയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം പറയും, ഞാൻ നിൻ്റെ പേര് പറയാൻ പറയുമ്പോൾ പറയും, ആയിരിക്കുന്നവൻ ഞാനാണ്, നീ എന്തിനാണ് എൻ്റെ പേര് ചോദിച്ചത്? പേരിൻ്റെ അപ്പുറത്താണ് ഞാൻ, ഒരു പേരിൽ ഒതുങ്ങാത്ത ആളാണ് ഞാനെന്ന് പറയും. എല്ലാ ലോകത്തുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു പേരിൽ ഒതുങ്ങണതാണ്. പേരിട്ടാൽ നമുക്കതിനെ ഒതുക്കാം, ഹാൻഡിയാകും. പക്ഷെ ഒരു പേര് ഒതുങ്ങാൻ പറ്റാത്തവനാണ് എബ്രാഹത്തോട് പറയണത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും എന്ന് പറയണത്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. എബ്രാഹത്തിനോട് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് മോസസിനോട് പറയണത്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഇടിവെച്ച് നീ ഒരുത്തനെ കൊന്നില്ലേ, നീ കൊലപാതകയുടെ ബ്രാൻഡഡ് കൊലപാതകയായി. പക്ഷെ അത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ണുവെച്ച് കൈവച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധനാകും. പക്ഷേ നീ എന്ത് ചെയ്യണം? ഹൊറേബിലേക്ക് വിളിക്കുമ്പോൾ പറയും, പഴയ കാലങ്ങൾ അങ്ങ് മാറുകയാണ്, ചെരുപ്പ് ഊരി വെച്ചേക്കുക. നീ നടന്നു വന്ന വഴികളിലൂടെ ചെരുപ്പ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എന്താണ് കാരണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ യാത്രയുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഉടമ്പടി അങ്ങനെ ചെയ്ത് കൂട്ടും. വിശുദ്ധിയുടെ ജീവിതത്തിൽ 0 പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ ഇത്തിരി താമസിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ഒരു ബോധപൂർവം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്ഡ്. പക്ഷെ അതിനൊരു മാനസികാവസ്ഥയും സത്യസന്ധതയും നമ്മുടെ ഉടമ്പടിയോട് കാണിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുടെ കൂടെ ആയിരിക്കാനും ഒരു മറുകക്ഷിയായി നിന്നോട് ഒരു ഉഭയകക്ഷി ഉടമ്പടി ചെയ്യാൻ ആവശ്യമായ വിശുദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമേ, വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവ ഗേറ്റിലും നെറ്റിലും ഫ്ലോപ്പായി റോഷ്യൻ മാതാവിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ ഇവൾ നടക്കേണ്ട വഴി ഇവൾക്ക് കാണിച്ചു കൊടുക്കും. അത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനങ്ങൾ ഒന്നാണ്. എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എല്ലാ അധ്യയനത്തിലും ഞാൻ പറയും. കാര്യം ഓരോരുത്തർക്കും ഓരോ പുതിയ വഴികളല്ലേ കിട്ടണത്. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നീ നടക്കേണ്ട വഴി ഒന്ന് പറഞ്ഞേ. നീ നടക്കേണ്ട വഴി. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതാണ് അത് ആശയവും നടക്കേണ്ട വിധവും കൂടെ നടപ്പും ടോട്ടൽ പ്രോജക്റ്റ് ദൈവം ഏറ്റെടുക്കുകയാണ്. അല്ല ഏതെങ്കിലും ഒരു വശമല്ല, എല്ലാം എവരിത്തിങ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളുടെ ഇമെയിലിലേക്ക് ലിങ്ക് വരാൻ തുടങ്ങി. ആദ്യം വന്ന ലിങ്ക് പല യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. PhD എടുക്കണമല്ലോ, പല യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. അതിൽ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത യൂണിവേഴ്സിറ്റി ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സബ്ജക്റ്റ്. അപ്പോൾ ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്നൊരു ലിങ്ക് വരും. ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതിലത് 9 സീറ്റേ മറ്റേ ഉള്ളൂ ഇന്ത്യയിൽ. 15 സീറ്റുണ്ട്. ഇവിടേക്ക് കിട്ടാവുന്നത് 9 സീറ്റാണ്. 15 സീറ്റ് എന്ന് പറയുമ്പോൾ കുറേ സീറ്റൊക്കെ പോകുമല്ലോ. ആകെപ്പാടെ ആ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ലെവലിൽ 15 സീറ്റേ ഉള്ളൂ. അതിൽ ഇവർക്ക് കയറാൻ പറ്റാവുന്നത് 9 സീറ്റേ ഉള്ളൂ. ഈ 9 സീറ്റ് നമ്മളെന്താ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവൾ എഴുതാതിരുന്നില്ല. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അമ്മമാരുടെ അതിനേക്കാൾ കുറച്ച് കടുത്ത പുള്ളിയാണ് ഈ യേശുവിൻ്റെ അമ്മയെന്ന് പറയുന്നത്. ഈ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇൻസ്പയർ ചെയ്ത് കൊടുക്കുന്നതിൽ അമ്മ ഒരു ഭയങ്കര സംഭവമാണ്. ഇവരോട് പറഞ്ഞു നീ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അമ്മയോട് ഇവൾ പറയും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് മാത്സും ഫിസിക്സും മാത്രമേ അറിയാൻ പാടുന്നു. ഇവളതൊരു കാശുരൂപം കൊണ്ടുപോകും. കാശുരൂപം കൊണ്ടുപോയി ഇവൾക്ക് പരിചയമുണ്ട്. കാര്യം അപ്പൻ പണ്ട് ഇവൾ നെറ്റെഴുതി തോറ്റല്ല മാർക്ക് കുറഞ്ഞപ്പോൾ ഗേറ്റ് എഴുതാൻ പോയപ്പോൾ ഇവൾ പരീക്ഷയ്ക്ക് ഡൗണായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവളുടെ അപ്പൻ പറഞ്ഞു മകളെ ഇതിരിക്കട്ടെ മാതാവാണ് കൂടെ വരുമെന്ന് പറഞ്ഞ് ഉടമ്പടി കാശുരം കൊടുക്കും. പക്ഷേ ഉടമ്പടി കാശുരൂപത്തിൽ നിന്ന് ഇവർക്ക് അഭിഷേകം കിട്ടിയതായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടെ അന്ന് മുതലാണ് ഈ ആകർഷിപ്പ് വരാൻ കാര്യം. അപ്പം കൊടുത്ത കാശുരൂപം ഇവർക്ക് ആദ്യം അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ അതിനകത്ത് നിന്ന് അഭിഷേകം കിട്ടി, കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി, കാര്യങ്ങളുടെ സീരിയസ്നെസ്.
അല്ലാത്തപ്പോഴിങ്ങനെ എല്ലാവരും പോകുന്നു, എല്ലാവരും ഓരോ കാര്യം ചെയ്ത് ഞാനും ചെയ്യുന്ന യാന്ത്രികമായിട്ട് അങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ സത്യത്തിൻ്റെ ചില കോറിൽ അങ്ങോട്ട് മനസ്സുകൊണ്ട് തൊടാൻ തുടങ്ങി വെച്ചാൽ ഫീൽ ചെയ്യാൻ തുടങ്ങി, അതനുസരിച്ച് ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ മെട്രോളജി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഉടനെ ഇവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു, അല്ലെങ്കിൽ ഇവർ പരീക്ഷ ടെസ്റ്റിന് വിളിച്ചു. ടെസ്റ്റ് ഇവർ പഠിച്ച കാര്യങ്ങളല്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ട കാര്യം ഇവർ പഠിച്ചിട്ടില്ല. അത് പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും. ഉടമ്പടിയുടെ ഒരു എല്ലാ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെ ഇരിക്കും. നമ്മൾ പഠിച്ചതായിരിക്കത്തില്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടതായിരിക്കത്തില്ല നമ്മൾ പഠിച്ചത്. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എന്നാലും അമ്മ ഇവരോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. ആര്? പരിശുദ്ധ അമ്മ അവരോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. കാര്യം സീറ്റെല്ലാം ആരുടെയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു, ആകാശം ഭൂമിയും നിൻ്റേതാകുന്നു. അതാ ബോധം ക്രിസ്ത്യാനിക്ക് എപ്പോഴും, വിശ്വാസിക്ക് എപ്പോഴും, ക്രിസ്ത്യാനിക്കല്ല വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. കാര്യം ആരാണ് വിശ്വാസി ആരാണ് ക്രിസ്ത്യാനി നമുക്ക് അറിയത്തില്ലല്ലോ. ഇവിടെ സാക്ഷ്യപ്പെടാൻ മുഴുവൻ അക്രൈസ്തവരാണ്, വലിയ കൊടിയ സാക്ഷ്യം പറയണം. അപ്പോൾ നമുക്ക് ദൈവം നോക്കണത് പുച്ച വെളുത്തതാണോ കറുത്താണെന്ന് നോക്കത്തില്ലല്ലോ, എലി പിടിക്കുവാന്നല്ലേ നോക്കത്തുള്ളൂ. ആർക്കാണ് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അവർ നോൺ ക്രിസ്ത്യനാണെന്നല്ല, ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ആർക്കാണ് വിശ്വാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അവൻ ഇൻകം ഉണ്ടാക്കും. അതിലെ നോൺ ക്രിസ്ത്യൻ സാക്ഷി ഇടിവെട്ടാകാൻ കാര്യം അതല്ലേ. അവരങ്ങനെ വെട്ടിപ്പായിട്ട് നമ്മൾ 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ 3 മണിക്ക് കുളിച്ചെഴുന്നേറ്റിരിക്കുകയാണ് പ്രത്യക്ഷത്തിന് പ്രാർത്ഥന എല്ലാം വേണ്ടി. നമ്മളവിടെ എങ്ങനെ പിടിച്ചിരിക്കണം അവിടെ മുമ്പ്? അതാണ് പ്രശ്നം. 5:30 എഴുന്നേറ്റാൽ മതി എന്ന് ഞാൻ പറയും. പക്ഷേ ഈ ചേച്ചിമാരെ ഇവിടെ അല്ലെങ്കിൽ പെങ്ങന്മാരിവിടുന്ന് പോയച്ചും അവർ 7 മണിക്ക് എഴുന്നേക്കും വരെ, അപ്പം തന്നെ പണിയായി. പക്ഷേ ഇവിടെ ഉണ്ടൊരു ജാതി, ക്രിസ്തുവിനെ ആദ്യം അറിഞ്ഞിട്ട് ക്രിസ്തു അവസാനത്തെ വാക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യമാണ് അറിഞ്ഞത്, പക്ഷേ അവളുടെ മനസ്സിലിരിക്കണ ക്രിസ്തു അവസാനത്തെ വാക്കാണ് എൻ്റെ ജീവിതത്തിലെന്നാണ്. അവൻ അവൾ 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുകയാണ്. എന്തിനാണ് പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങുന്നത്? പക്ഷേ അതാണ്. അപ്പോൾ നമ്മളെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ആർക്കാണ്ടും വേണ്ടി ഒക്കാനിച്ചിട്ടൊരു കഥയുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സംഭവം ടേക്കപ്പ് ചെയ്യണം. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യും, ഉടമ്പടി അങ്ങനെയാണ് കത്തണത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മീട്രോളജി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മീട്രോളജിയിൽ ഇവിടെ സബ്ജക്റ്റ് ഒന്നും വെക്കരുത്. ട്രോപ്പിക് മീട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മേഖല തെക്കേ അമേരിക്ക അതുപോലെ ഈ ഉത്തരായനത്തിൽ കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് കാലാവസ്ഥയില്ല. അതാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ ഫുഡ് എന്നൊക്കെ നമുക്ക് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അപ്പോൾ അതിൻ്റെ കാലാവസ്ഥയിൽ എന്തൊക്കെ ഉണ്ട്? അതിനകത്ത് ഓഷ്യാനോഗ്രഫി ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ എല്ലാ വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇവരുടെ സബ്ജക്റ്റ് അല്ല. അവർ പക്ഷേ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. ഇതിൻ്റെ അകത്ത് 126 പേരിലെ കൂട്ടത്തിൽ ഇവർ, അതായത് 126ാമത്തെ നമ്പറിൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. അപ്പോൾ ഇൻ്റർവ്യൂവിന് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിന് പേടിയാണ് ഇവർക്ക് ആദ്യം ഉണ്ടാകുന്നത്, കാര്യം ഇവരുടെ സബ്ജക്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ട്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സ്ലോട്ട് കൊടുത്തതിന് ശേഷം 2:30 മണി വരെ, 12 മണിക്ക് സ്ലോട്ട് കൊടുക്കും, 2 മണി വരെ വെയിറ്റ് ചെയ്യും. 2 മണി വരെ ഇവരിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. ആ സ്പേസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ വർക്കിംഗ് കണ്ടീഷൻ നോക്കണം. കാരണം ഇവർ ഈ മീട്രോളജി യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്നത്, സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് അവർക്ക് 12:30 തൊട്ട് റെഡിയാകാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ 12:30 കഴിഞ്ഞ് 1 മണിയായി 1:30 2 ഇവരെ വിളിക്കണില്ല. ഇവരവിടെ ഇരിക്കുകയാണ്. ഇവർ മുരഞ്ഞു കുത്തി കൊതുകിനെ അടിച്ചിരിക്കുകയല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വ്യത്യാസം. എക്സിക്യൂഷൻ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവരെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ കറക്റ്റ് മാത്തമാറ്റിക്സ് തന്നെയാണ് അവർ. ആ ടൈം വളരെ സുന്ദരമായിട്ട് കഴിയും. അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു കോമഡിയും കണ്ടേക്കാതെ മതി. അപ്പോൾ നിങ്ങളുടെ കാര്യം അവിടെ വെച്ച് പോകും. ഇത് ആ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള സീരിയസ് വിഷയമാണ്. അവരാ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഈ വിശ്വാസ പ്രമാണമാണ്. കാര്യം ഇത് ഒരു മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് വിശ്വാസ പ്രമാണമാണ്. അതെപ്പോഴും നിങ്ങൾ അറിയണം. അച്ഛൻ്റെ പഴയ പ്രസംഗം ഒന്ന് കേട്ടാൽ മതി. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അല്ല മക്കും, പക്ഷേ അതെങ്ങനെ അത് വർക്കിംഗ്, അതിൻ്റെ വർക്കൗട്ട് എങ്ങനെ നോക്കണം. അത് എന്ത് കാര്യത്തിന് ഏത് പ്രാർത്ഥനയെന്നുണ്ട്, വ്യത്യാസമുണ്ട് അതിനെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷേ എന്നാൽ പിന്നെ എഴുന്നേറ്റേക്കാം, ഇനി വിളിക്കത്തില്ലായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 മണിയാകുമ്പോൾ എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇമെയിൽ വരും സ്റ്റാൻഡ് ബൈ ആകാൻ. വിട്ടുപോകാൻ മാതാവ് സമ്മതിക്കത്തില്ല. ഇനി അവരെ വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇവർ എഴുന്നേറ്റ് പോകാൻ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ പറയും മകളെ ഇരിക്കും, ഞാൻ വിളിപ്പിക്കാമെന്ന് പറയും. അതാണ് മകളെ ഇരിക്കും, ഞാൻ വിളിപ്പിക്കാം. അതാണ് വിഷയം. ഇനിയും അവർ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഉടനെ അമ്മ പറയും ഇരിക്ക് എന്ന് പറയുന്ന സമയത്ത് അവരെ കോൾ ഫോർ ചെയ്യിക്കും. അവൾ എഴുന്നേറ്റ് പോയിച്ചെങ്കിൽ ഇത് കിട്ടത്തില്ല. അതാണ് ടൈം എന്ന് പറയുന്നത് മദറിൻ്റെതാണ്. നമ്മുടെ മദർ ടൈം മദറാണ്. അപ്പോൾ ടൈമിൽ നമ്മളൊരു മണ്ടത്തരം കാണിച്ചാലും അമ്മ അവിടെ അറസ്റ്റ് ചെയ്യിക്കും. അത് ഭയങ്കര വല്ലാത്ത പ്രൊട്ടക്ഷനാണിത്. എന്നിട്ട് ഇവളോട് 3 സബ്ജക്റ്റ് കൊടുക്കും. 4 സബ്ജക്റ്റ്. ഈ 4 സബ്ജക്റ്റ് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതാണ്. എന്താണ് കൊടുക്കുന്നത്? ഒന്ന് സുനാമിയെക്കുറിച്ച് പറയാൻ പറയും. 2 മണിക്കൂർ പറയണം സുനാമിയെക്കുറിച്ച്, 2 മണിക്കൂർ. പിന്നെന്ത് പറയണം? ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥ വ്യതിയാനം. പിന്നെന്താണ്? ഭൗമതാപം, ഗ്ലോബൽ വാർമിംഗ്. ഇതൊക്കെയാണ് സബ്ജക്റ്റ്.
പിന്നെ മീറ്ററോളജി, കാലാവസ്ഥ ശാസ്ത്രം, 4 കാര്യങ്ങൾ. അതിൽ 1 കമൻറ്റ് ചെയ്താൽ മതി. അത് 2 മണിക്കൂർ കമൻറ്റ് ചെയ്യണം. ഈ ഫിസിക്സ് മാത്സ് പഠിച്ചാൽ ഇത് അറിയത്തില്ല, ഇവൾക്കിത് എന്ത് കമൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയും ഒരു പരിപാടി ഇവിടെ ചെയ്യും. ഇവിടെ മൗസ് എടുക്കും. മൗസ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം കാര്യം അറിയത്തില്ലല്ലോ, ഈ സബ്ജക്റ്റ് അറിയത്തില്ല. മൗസ് എടുത്തിട്ട് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി 4 സ്റ്റോട്ടിൻ്റെ അവിടെ കസറ് മുട്ടിച്ച് നോക്കും. വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മൗസ് എടുത്ത് ചലിപ്പിക്കണേ, ആളിനറിയത്തില്ല, അമ്മ പറഞ്ഞു കൊടുക്കണം, അതാണ് പ്രശ്നം. എന്നിട്ട് അമ്മ ഏതാണ് പറയേണ്ടതെന്ന് നോക്കിയിട്ട് വിശ്വാസ പ്രമാണം വന്ന് നിൽക്കുന്ന സ്ഥലത്ത് കസർ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? മീറ്ററോളജിയിലാണ്, കാലാവസ്ഥ ശാസ്ത്രം. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ കാലാവസ്ഥ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പറഞ്ഞ് അമ്മ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഉടമ്പടിയിൽ എല്ലാം ഉള്ളതാണ്. ഈ ഉടമ്പടി സാന്നിധ്യമുള്ള കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്നാലേ എല്ലാ സാക്ഷ്യം, വിദ്യാർത്ഥികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കണം. വിദ്യാർത്ഥികളുടെ സാക്ഷി, ഇൻ്റർവ്യൂ സാക്ഷ്യങ്ങൾ കേട്ടാൽ നമ്മൾ ഈ പ്രൈവറ്റ് ഡിക്റ്റേഷൻ വരും, ഇൻ്റേണൽ ഡിക്റ്റേഷൻ, ഉള്ളിലിരുന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവർക്ക് ഇത് കോപ്പി അടിക്കുക തന്നെ, അങ്ങനെയല്ല. അതായത് നിനക്കൊരു ചതിക്കുഴിയിൽ ചെന്ന് പെട്ടാൽ നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കും. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർ ഈ മീറ്ററോളജിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവർ വിക്കിപീഡിയ ഒന്ന് നോക്കിയായിരുന്നു. വിക്കിപീഡിയയിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു 10 സെൻറ്റൻസേ ഉള്ളൂ വിക്കിപീഡിയയിൽ, അറിയാമല്ലോ. വിക്കിപീഡിയ മീറ്ററോളജിയെക്കുറിച്ചുണ്ട്, അത് 10 സെൻറ്റൻസ് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാച്ചേണ്ടത്. പക്ഷേ മാതാവ് ബാക്കി എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പറഞ്ഞു കൊടുക്കലായിപ്പോയി. ഒരു 1.5 മണിക്കൂറാണ് ഈ സാം പറയണത്, മെട്രോളജി പറയണത്. നിങ്ങൾക്കറിയാത്ത ഭക്ഷണം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പോലെ അറിയാത്ത വിജ്ഞാനത്തിലെ നമ്മളെങ്ങനെ പറഞ്ഞു നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അഭിഷേകമുണ്ട്. എല്ലാത്തിനും കറസ്പോണ്ടിങ് അനോയിനിങ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടിക്ക് ക്ഷണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ പ്രാർത്ഥന ചെയ്ത് സാധാരണ ജീവിതം ജീവിച്ച് വന്നതിന് ശേഷം നമ്മൾ ദൈവവുമായിട്ട് ലിങ്കായി കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് കർക്കശക്കാരനായിരിക്കുന്നത്? നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇതിനെ സത്യസന്ധമായിട്ട് സമീപിക്കാൻ വേണ്ടിയാണ്. ഈ കൂട്ടത്തിൽ ഇത്രയും സംഭവം കഴിഞ്ഞില്ലേ, പക്ഷേ പെട്ടെന്ന് ആളിന് സെലക്ഷനായി. അതാണ് വ്യത്യാസം എന്നത്. അവിടെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്, ഫ്രീ സ്കോളർഷിപ്പ്. 5 പൈസ മുടക്കേണ്ട, 1400 രൂപ മുടക്കിയാൽ മതി. ബാക്കി 2 കൊല്ലം PhD പഠിക്കാനുള്ള ഫുൾ സ്കോളർഷിപ്പാണ്. നിന്നെ രക്ഷിക്കാനുള്ള വഴികളെല്ലാം നീ ഗേറ്റിൽ നെറ്റ് എഴുതാമെന്ന് പറഞ്ഞ് നിൻ്റെ മാനുഷികമായ ചിന്തയിൽ പോയില്ലേ? നിന്നെ തോൽപ്പിച്ചത് ആരാണ്? ദൈവം തന്നെയല്ലേ തോൽപ്പിച്ചത്, അല്ലാതെ നീ തോറ്റതല്ലല്ലോ. അല്ല, ദൈവബേദരെ നീ തോക്കുമ്പോൾ നിൻ്റെ ആത്മാവ് നിന്നോട് പറയണം, നീ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ് എൻ്റെ കർത്താവ്. വേറെ കാര്യത്തിൽ എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ്